ഈ കരിപ്പൂര് സമ്മേളനത്തിൽ നടന്ന ഏറ്റവും മുഖ്യമായ പ്രസംഗവും ആ പ്രസംഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളും. ഒന്ന്, അബൂബക്കർ ഹാജി ഗുരുവായൂരിൽ തുലാഭാരം നടത്താൻ സമസ്തയാണ് കാരണക്കാരെന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അല്ലെങ്കിൽ അതിന്റെ പണ്ഡിതന്മാരോ അഹ്ലുസുന്നത്തിന്റെ ഏതെങ്കിലും പ്രബോധകന്മാരോ പ്രചാരകന്മാരോ ഒരിക്കലും ഒരു സന്ദർഭത്തിൽ പോലും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതും മമ്പുറം മക്കാമിൽ പോകുന്നതും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് രണ്ടും രണ്ടാണ് എന്നാണ് നാം പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും രണ്ടാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഇതാണ് നാം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പിന്നെ അബൂബക്കർ ഹാജി എങ്ങനെയാണ് ഗുരുവായൂരിൽ എത്തിയത്? അബൂബക്കർ ഹാജി തുലാഭാരം നടത്താൻ എങ്ങനെയാണ് ഗുരുവായൂരിൽ എത്തിയത്? അതിന് കാരണമുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹം വിചിത്രമായൊരു ഫത്വ കൊടുത്തിട്ടുണ്ട്. വിചിത്രമായൊരു ഫത്വ. അതെന്താ? ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താലും ആള് കാഫിറാവൂല. അത് ഉമർ മൗലവിന്റെ ഫത്വേ. ബിംബത്തിന്റെ മുമ്പിൽ ഒരാൾ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാലും അദ്ദേഹത്തെ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല, അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തത് കേരളത്തിൽ ആദ്യമായും അവസാനമായും കേരളത്തിലെ മുജാഹിദുകളുടെ പണ്ഡിത സംഘടനയായിരുന്ന. ഇതൊക്കെ പിളർന്ന് അടർന്ന് രണ്ടും മൂന്നും ഒക്കെ കഷണമാകുന്നതിന്റെ മുമ്പ് ഒരുമിച്ച് നിന്നിരുന്ന കാലത്ത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കൊടുത്ത ഫത്വയാണ് ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താലും കാഫിറാവൂല. ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ കാഫിറാവൂല എന്ന മുജാഹിദ് മൗലവിയുടെ ഫത്വ ഉണ്ടാവുമ്പോ പിന്നെന്താ അബൂബക്കർ ഹാജിക്ക് തുലാഭാരം നടത്തുന്നതിന് കുഴപ്പം? KN ഖാദറിന് അവിടെ ചെന്ന് പിന്നെ പ്രചരണോദ്ഘാടനം നടത്തുന്നതിന് എന്താ കുഴപ്പം? അത് ഉമർ മൗലവിയുടെ ഫത്വ അനുസരിച്ചാ. ഉമർ മൗലവിയാണ് പറഞ്ഞത് ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നതും ബിംബത്തിന്റെ മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കൊണ്ട് ഒരാൾക്ക് മതഭ്രഷ്ട് ബാധിക്കുകയില്ല, കാഫിറാവുകയില്ല എന്ന മതവിധി കേരളത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഉമർ മൗലവിയാണ്. അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് ഒരുപക്ഷെ അബൂബക്കർ ഹാജിയും അതേപോലെയുള്ള KN ഖാദറും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഈ ഫത്വ വായിച്ച് അവര് മനസ്സിലാക്കിയിരിക്കണം, ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്താൽ കാഫിറാവൂലെങ്കിൽ പിന്നെ അവിടെ തുലാഭാരം നടത്തിയാൽ എങ്ങനെ കാഫിറാവുക? അവിടെ പിന്നെ പ്രചരണം ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെയാണ് കാഫിറാവുക എന്ന് ഒരുപക്ഷെ അവര് മനസ്സിലാക്കി അങ്ങനെ തെറ്റിദ്ധരിച്ചായിരിക്കണം അബൂബക്കർ ഹാജിയും മറ്റുമൊക്കെ തുലാഭാരവും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിരിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ ഒരിക്കലും ഒരു സന്ദർഭത്തിലും അമ്പലത്തിൽ പോകുന്നതും ജാറത്തിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും മക്കാമിൽ പോകുന്നതും ഒരുപോലെയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കഅബം ചുറ്റുന്നതും അമ്പലം ചുറ്റുന്നതും ഒരുപോലെയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നതും കഅബാലയത്തിലെ ഹജറുൽ അസ്വദ് ആകുന്ന കല്ലിനെ ചുംബിക്കുന്നതും ഒരുപോലെയാണെന്ന് ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ സുജൂദ് ചെയ്യുന്നതും ബിംബത്തിന് സുജൂദ് ചെയ്യുന്നതും ഒരുപോലെയാണെന്ന് ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. അത് തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും അതിന്റെ ഉലമാക്കളും ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് CP ഉമർ സുല്ലമിയോട് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു, താങ്കളുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഉപയോഗപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കടുത്ത ആരോപണവും അത് അടിസ്ഥാനരഹിതമായ കളവുമാണ്.